തന്നെ സീറോ മെയിൻ്റെനൻസിൽ, അതായത് ഗ്രീസും ഓയിലും യൂസ് ചെയ്യാണ്ട് ഒരു പൾവറൈസർ ലോഞ്ച് ചെയ്യണം. അതാണ് നമ്മുടെ വേണ്ടി നൈസ് സ്റ്റോൾ പൾവറൈസർ. ആൾക്കൂലി സേവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫുള്ളി ഓട്ടോമാറ്റിക്കലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 30 കിലോ നമ്മൾ ഇട്ട് കൊടുത്താലും അടുത്തൊന്നും ആൾ നിൽക്കേണ്ട ആവശ്യമില്ല. 30 കിലോയോളം ഔട്ട്പുട്ട് നമുക്ക് കിട്ടിക്കോളും. പൾവറൈസറിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മാവ് ചൂടാവുന്നതാണ്. ഇതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ എയർ കൂളിംഗ് വാട്ടർ കൂളിംഗ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചൂടായിട്ടുള്ളത് 5 to 10 ഡിഗ്രി വരെ നമ്മൾ കുറയ്ക്കുന്നതാണ്. ലൈഫ് ലോങ് തേഞ്ഞ് പോകാത്ത ഹാർഡ് ആൻഡ് പ്ലേറ്റ് ബീറ്ററാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇൻ കേസ് അത് തേഞ്ഞ് പോയാലും നമുക്ക് മാറ്റി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു മാസത്തിനുള്ളിൽ ഈ പൾവറൈസർ വാങ്ങിച്ച പൈസ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിട്ട് വാങ്ങിക്കാവുന്നതാണ്. ഞാനിത് മാർക്കറ്റിങ്ങിന് വേണ്ടി പറയുന്നതല്ല. ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ മുഴുവനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കും. ഒരു പൾവറൈസർ സക്സസ്ഫുൾ ആയിട്ടും ലാഭകരമായിട്ടും റൺ ചെയ്യിപ്പിക്കാൻ പറ്റണമെങ്കിൽ അതിന് മാൻ പവർ കുറയ്ക്കണം. അതായത് പൾവറൈസറിന്റെ അടുത്ത് ഒരാൾ നിൽക്കാണ്ട് ഓട്ടോമാറ്റിക്കലി റൺ ചെയ്യാൻ പറ്റണം. എങ്കിൽ മാത്രമാണ് നമുക്ക് മാൻ പവർ കുറച്ച് ലാഭം കണ്ടെത്താൻ പറ്റുന്നത്. അപ്പം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നൈസ്റ്റോൾ പൾവറൈസറിന്റെ ലോഞ്ചിങ് വീഡിയോനെ പറ്റിയാണ്. അപ്പോൾ ഈ പൾവറൈസറിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ പ്രത്യേകത ഉണ്ടെന്നാണ് നമ്മൾ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹോപ്പറിനെ പറ്റിയാണ്. ഹോപ്പർ നമ്മൾ ഫുൾ ആൻഡ് ഫുൾ എസ്എസ്എല്ലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഹോപ്പറിൽ നമുക്ക് 30 കിലോളം ഇൻപുട്ട് ഇടാവുന്നതാണ്. അടുത്തുനിന്ന് ഒരാൾ ഊറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. 30 കിലോളം നമ്മൾ പൾവറൈസ് ചെയ്ത് ഇൻപുട്ടായിട്ട് കിട്ടുന്നതാണ്. അതുകൂടാണ്ട് നമ്മൾ ഹോപ്പറിൽ 2 കമ്പാർട്ട്മെന്റ് കൊടുത്തിട്ടുണ്ട്. 2 കമ്പാർട്ട്മെന്റ് എന്തിനാണ് കൊടുത്തിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് എന്തോരം പോകുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല നമ്മൾ പിന്നോ തുരുമ്പോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ പൊടിക്കാൻ കൊണ്ടുവന്ന സാധനത്തിൽ ഉണ്ടെങ്കിൽ അത് മാഗ്നറ്റ് കൊടുത്തിട്ടുണ്ട്. ആ മാഗ്നറ്റിൽ ഒട്ടിപ്പിടിച്ച് നമ്മുടെ മിഷൻ ഡാമേജ് ആകത്തില്ല. കൂടാതെ 2 കമ്പാർട്ട്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ എയർ ഫ്ലോ നന്നായിട്ടുണ്ടാകും. അതുകൊണ്ട് കൂളിംഗ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും ഉണ്ടാവത്തില്ല. ഹോപ്പർ നമ്മൾ വലിയ സൈസിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല വലിയ സൈസുള്ള പിണ്ണാക്കോ അതേപോലത്തെ വലിയ സൈസുള്ള സാധനങ്ങൾ നമ്മൾ ഇട്ട് കഴിഞ്ഞാലും പെട്ടെന്ന് പൊടിച്ച് കിട്ടിയോളും. പൾവറൈസറിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ടെമ്പറേച്ചർ റേസ് ആവുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എയർ വെന്റിലേഷൻ സിസ്റ്റം കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് 5 HP 7 HP 10 HP വരുന്ന പൾവറൈസറിൽ വാട്ടർ കൂളിംഗ് സിസ്റ്റം അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. പമ്പോ മോട്ടറൊന്നും കൂടാണ്ട് നിങ്ങളുടെ വീട്ടിലുള്ള വാട്ടർ ടാങ്കിൽ നിങ്ങൾ പൈപ്പ് കണക്ട് ചെയ്ത് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളിവിടെ ചെയ്ത് നോക്കിയ സമയത്ത് 5 to 10 ഡിഗ്രി ടെമ്പറേച്ചർ റിഡ്യൂസ് ചെയ്തായിരുന്നു. അത് ഒട്ടും ന്യൂട്രിയ കണ്ടന്റ് ലോസ് ആവാതെ. പൾവറൈസറിന്റെ ഹാർട്ട് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ബീറ്റർ ആണ്. നമ്മുടെ MDMൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഫ്ലെക്സിബിൾ ബീറ്റർ ആണ്. പക്ഷെ മറ്റ് കമ്പനിയിലൊക്കെ നോക്കുവാണെങ്കിൽ അവർ ഫിക്സഡ് ബീറ്ററാണ് കൊടുത്തിട്ടുള്ളത്. ഫിക്സഡ് ബീറ്റർ കൊടുക്കുമ്പോഴത്തേക്ക് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡ് അധികം ആവുമ്പോഴത്തേക്ക് അത് മോട്ടറിലോട്ടും ബെൽറ്റിലോട്ട് പോകും. അത് നമ്മുടെ പൾവറൈസറിന്റെ ലൈഫിനെ ബാധിക്കും. എന്നാൽ നമ്മൾ ഫ്ലെക്സിബിൾ ബീറ്റർ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് ലോഡ് കൂടുമ്പോഴത്തേക്കും ആംഗിൾ ചേഞ്ച് ആവും, അത് അഡ്ജസ്റ്റ് ആവും. അതുകൊണ്ട് തന്നെ നമ്മളൊരു സ്മാർട്ട് ആയിട്ടുള്ള പൾവറൈസറാണ് നമ്മുടെ MDM നൈസ്റ്റോൾ പൾവറൈസർ. നമ്മളിത് 2 സ്റ്റേജിലായിട്ടാണ് കൊടുക്കുന്നത്. ഫിക്സഡ് ബീറ്ററും ഫ്ലെക്സിബിൾ ബീറ്ററുമായിട്ട് നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പോഴത്തേക്കും ലോഡ് അധികമായിട്ട് ഫസ്റ്റ് ബീറ്ററിലോട്ട് പോകാണ്ട് സെക്കൻഡ് ഫ്ലെക്സിബിൾ ബീറ്ററിലോട്ടായിരിക്കും പോകുന്നത്. അതുകൊണ്ട് തന്നെ മോട്ടറിനോ മെഷീനോ വലിയ ഡാമേജ് ഒന്നും ഉണ്ടാകത്തില്ല. ഫ്ലെക്സിബിൾ ബീറ്ററിന്റെ ഒരു അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ നമ്മൾ നല്ല ഹാർഡായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഡാമേജ് വരുവാണെങ്കിൽ നമ്മൾ മൊത്തത്തോടെ ഫ്രെയിം മാറ്റേണ്ട കാര്യമില്ല. ഒരു ബീറ്റർ മാത്രം മാറ്റിയാൽ മതി. ഈ ഫ്ലെക്സിബിൾ ബീറ്ററിന്റെ എഡ്ജ് നോക്കുകയാണെങ്കിൽ ഹാർഡൻഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതും റിമൂവബിൾ. എന്തുകൊണ്ടാണ് ഹാർഡൻഡ് പ്ലേറ്റ് കൊടുത്തിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചാൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അത് തേയും. അത് തേയാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഹാർഡൻഡ് ബ്ലേഡ് കൊടുത്തിട്ടുള്ളത്. അത് എങ്ങാനും തേഞ്ഞ് കഴിഞ്ഞാലോ ബ്രേക്ക് ആയാലും മൊത്തത്തോടെ മാറ്റേണ്ട കാര്യമില്ല. ടിപ്പ് മാത്രം മാറ്റി കൊടുത്താൽ മതി. നമ്മുടെ ഔട്ട്പുട്ടാണ് നമ്മൾ ഫുള്ളി SSലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ എയർ ഹോസ്റ്റേഴ്സും പൈപ്പും നമ്മൾ ഫുള്ളി SSലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് തുരുമ്പടിക്കാണ്ട് ഫുള്ളി ലൈഫ് കിട്ടും. ഔട്ട്പുട്ട് നമ്മൾ ഒട്ടും വേസ്റ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ക്ലോത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് ഒട്ടും വേസ്റ്റ് ചെയ്യാണ്ട് ഫുള്ളി ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഔട്ട്പുട്ട് നമ്മുടെ കമ്പനിയിൽ നോക്കുവാണെങ്കിൽ 10 to 30% കൂടുതലായിരിക്കും കിട്ടുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് കമ്പനിയിലൊക്കെ ഫിക്സഡ് ബീറ്റർ കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഫ്ലെക്സിബിൾ ബീറ്റർ 6 ഫ്ലെക്സിബിൾ ബീറ്ററാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് 10 to 30% ഇരട്ടിയായിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത്. നമ്മുടെ ഈ പൾവറൈസറിൽ 2 സ്റ്റേജ് ഉണ്ട്, സിംഗിൾ സ്റ്റേജും ഡബിൾ സ്റ്റേജും. ഡബിൾ സ്റ്റേജ് നോക്കുവാണെങ്കിൽ നമ്മൾ മൊത്തത്തോടെ അല്ല വെൽഡ് ചെയ്തേക്കുന്നത്, 2 ആയിട്ടാണ് അറ്റാച്ച് ചെയ്ത് വെൽഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ നമ്മൾ മൊത്തത്തോടെ മാറ്റേണ്ട ആവശ്യമില്ല. എവിടെയാണ് പ്രശ്നം വന്നിട്ടുള്ളത് അതെടുത്ത് മാറ്റി റിപ്പയർ ചെയ്താൽ മതി. നിങ്ങൾ എത്ര ലോഡ് കൊടുത്തു കഴിഞ്ഞാലും വൈബ്രേഷൻ കുറവായിരിക്കും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്ലെക്സിബിൾ ബീറ്ററാണ്. അതുകൂടാണ്ട് ഫ്രെയിം ഹെവി ആയതുകൊണ്ട് ഹെവി ആയിട്ടുള്ള മെഷീൻ ആയതുകൊണ്ട് വൈബ്രേഷൻ കുറവായിരിക്കും. നമ്മുടെ ഈ പൾവറൈസറിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ബെൽറ്റ് ടൈറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഈ മോട്ടർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ബെൽറ്റ് നമ്മൾ കൈയിട്ട് ടൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതിന് പകരം ഒരു സ്പാനർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ഈ പൾവറൈസറിൽ സീറോ മെയിൻ്റനൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓയിലും ഗ്രീസൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ബെയറിംഗിൽ നമ്മൾ ലൂബ്രിക്കേഷൻ കൊടുത്തില്ലെങ്കിൽ അത് ഫെയിലിയർ ആവത്തില്ല എന്ന്. അങ്ങനെയൊന്നുമില്ല. നമ്മൾ സ്പെഷ്യലായിട്ട് സെൽഫ് ലൂബ്രിക്കേറ്റ് ബിയറിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ലൂബ്രിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ലൈഫ് ലോങ് നമുക്ക് ലൂബ്രിക്കേഷൻ ഇല്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ മെഷീനിൽ തന്നെ നമുക്ക് ടൂൾ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മെഷീനിൽ ആവശ്യമായിട്ട് ടൂളൊക്കെ ഇതിലിട്ട് വെക്കാവുന്നതാണ്. നമ്മുടെ ഈ മെഷീനിൽ നമ്മൾ റബ്ബർ ബുഷ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വാങ്ങിച്ച് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മതി. വേറെ അഡീഷണൽ ആയിട്ട് ജോയിനിങ്ങോ അല്ലെങ്കിൽ വെൽഡിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൂടാണ്ട് ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരു ബ്രഷ് വാങ്ങിക്കേണ്ട കാര്യമില്ല. ഇതിനിപ്പം ബ്രഷും സ്പാനർ കിറ്റും ടൂൾ കിറ്റും നമ്മൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. കൂടാതെ 8 സ്ലീവ് ഈ മെഷീനൊപ്പം വരുന്നതാണ്. ഈ ഒരു പൾവറൈസറിൽ നമ്മൾ ഹൈറ്റ് കുറവാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പൊടിക്കാനുള്ളത് എടുക്കാൻ വേണ്ടിയിട്ട് ഹൈറ്റ് കുറവുള്ളത് കൊണ്ട് തന്നെ ഈസി ആയിട്ട് എടുക്കാവുന്നതാണ്. നമ്മുടെ ഈ പൾവറൈസറിൽ സിംഗിൾ സ്റ്റേജും ഡബിൾ സ്റ്റേജും ഉണ്ട്. സിംഗിൾ സ്റ്റേജിൽ നോക്കുവാണെങ്കിൽ 1 മണിക്കൂറിൽ നമ്മൾ 40 കിലോ ഔട്ട്പുട്ട് കിട്ടും. അത് ഏറ്റവും ചെറിയ ഇതിൽ ഉപയോഗിച്ചിട്ട് കഴിഞ്ഞാൽ പോലും നമുക്ക് 40 കിലോ ഔട്ട്പുട്ട് കിട്ടും. അത് ഡബിൾ സ്റ്റേജ് നോക്കുവാണെങ്കിൽ നമുക്ക് 60 കിലോ ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. നമ്മുടെ MDMൽ നൈസ്റ്റോൾ ഡബിൾ സ്റ്റേജ് പൾവറൈസർ
നമുക്ക് 60 കിലോളം ഒരു മണിക്കൂറിൽ ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. നിങ്ങൾ നല്ലൊരു ഏരിയയിൽ ഒരു മില്ലിട്ട് റൺ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് 4 മണിക്കൂറെങ്കിലും റൺ ചെയ്യിപ്പിക്കാൻ പറ്റും. ഒരു ദിവസം നമ്മൾ 240 കിലോ പൊടിക്കുകയാണെങ്കിൽ ഒരു മാസത്തേക്ക് നമ്മൾ 7200 കിലോ ആയിരിക്കും പൊടിക്കുന്നത്. ഇത് വളരെ കുറവാണ്. വില്ലേജ് സൈഡിലൊക്കെ ആണെങ്കിൽ നമുക്ക് 15 രൂപയായിരിക്കും കിട്ടുന്നത്. ഇപ്പം നമുക്ക് എന്തോരം ചിലവ് വരും നോക്കുകയാണെങ്കിൽ EBയും അതുകൂടാണ്ട് ഇത് ഓട്ടോമാറ്റിക്കലി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരാൾ വെച്ച് കൊടുക്കേണ്ട പൈസ വളരെ കുറവായിരിക്കും. ഒരാൾക്ക് നമ്മൾ 50 പൈസ കൊടുക്കുകയും EBക്ക് നമുക്ക് ഒരു 1.5 രൂപയാണ് ചിലവാകുന്നതെങ്കിൽ നമുക്ക് 1 കിലോയ്ക്ക് 2 രൂപയ്ക്കും ചിലവാകുന്നു. അത്രയും നമുക്ക് ചിലവ് വരുന്നുള്ളൂ. നമുക്ക് 13 രൂപ ലാഭം കിട്ടുന്നതാണ്. നമ്മൾ ഒരു കിലോയ്ക്ക് 3 രൂപ മെയിൻ്റെനൻസ് ചാർജ് പോവുകയാണെങ്കിൽ നമുക്ക് 10 രൂപ ലാഭം കിട്ടുന്നതാണ്. അങ്ങനെ ഒരു മാസം നോക്കുകയാണെങ്കിൽ നമുക്ക് 7200 കിലോ പൊടിച്ച് കിട്ടുവാണെങ്കിൽ നമുക്ക് 72,000 രൂപ ലാഭം കിട്ടുന്നതാണ്. നമ്മുടെ MDMന്റെ നൈസ്റ്റോൾ പൾവറൈസർ 2 സ്റ്റേജിലാണ് വരുന്നത്, സിംഗിൾ സ്റ്റേജിലും ഡബിൾ സ്റ്റേജിലും. നമ്മളിപ്പോൾ സിംഗിൾ സ്റ്റേജ് നോക്കുകയാണെങ്കിൽ നമ്മൾ ലോഞ്ചിങ് ഓഫർ ആയതുകൊണ്ട് തന്നെ നമ്മൾ 1,09,000 രൂപക്കാണ് കൊടുക്കുന്നത്. അത് 18% GST കൂടി കൂട്ടിയാണ്. നമ്മളിപ്പോൾ ലോഞ്ചിങ് ഓഫർ ആയതുകൊണ്ട് തന്നെ 20,000 രൂപ ഡിസ്കൗണ്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 89,000 രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്. അതും GST കൂട്ടിയിട്ടാണ്. അതുകൂടാണ്ട് ഇനിഷ്യലായിട്ട് ബുക്ക് ചെയ്യുന്ന 10 പേർക്ക് നമ്മൾ ഈ മിഷൻ്റെ സ്റ്റാർട്ടർ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. അത് സിംഗിൾ സ്റ്റേജിൽ മാത്രമല്ല ഡബിൾ സ്റ്റേജ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റാർട്ടർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അടുത്ത നമ്മൾ നൈസ്റ്റോൾ പൾവറൈസർ നോക്കുകയാണെങ്കിൽ നമുക്ക് 1,20,000 രൂപ പ്ലസ് GST ആണ് വരുന്നത് 18%. പക്ഷെ നമ്മൾ ലോഞ്ചിങ് ഓഫർ ആയതുകൊണ്ട് തന്നെ അതിന് നമ്മൾ 20,000 രൂപ ഡിസ്കൗണ്ട് കൊടുക്കുന്നതിന് നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറ്റി കഴിഞ്ഞാൽ 1,09,000 രൂപയാണ് പ്ലസ് GST കൂട്ടിയിട്ടാണ് ഞാൻ ഈ റേറ്റ് പറയുന്നത്. അപ്പോൾ ഈ മിഷനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ലോഞ്ചിങ് ഓഫറിൽ നിങ്ങൾക്ക് മിഷൻ സ്വന്തമാക്കാനും ഓട്ടോസ് ട്രെയിനിൽ കാണാൻ വിളിക്കും നിങ്ങളുടെ മിഷൻ ബുക്ക് ചെയ്യും.